ഹലോ, ഇന്നലെ സ്റ്റേഡിയത്തിൽ നടന്ന ചില ഇൻസിഡൻസിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. സോ അതിന്റെ താഴെ വന്ന കുറെ കമന്റ്സുകളുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത്, മഞ്ഞപ്പടയോട് ഇനി വരാതിരിക്കാൻ പറയൂ, അവരിനി നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത് എന്നൊരാൾ കമന്റ് ചെയ്തിരുന്നു. എനിക്ക് ആളോട് ചോദിക്കാനുള്ളത്, അപ്പോൾ ഈ ചാൻഡിങ് പരിപാടിയൊക്കെ ഇനി നിങ്ങൾ ചെയ്തോളൂ, ചേട്ടൻ വന്ന് അവിടെ നിന്ന് ചെയ്തോളൂ, കൂട്ടിയാ കൂടുന്ന പരിപാടിയാണോ? ഇന്നലെ ഒരാൾ അവിടെ കിടന്ന് അലമുറ ഇടുന്ന് കേട്ടു, ചാൻഡി എന്ന് പറഞ്ഞിട്ട്. ആരും മൈൻഡ് കൂടി ചെയ്യുന്നുണ്ടായിരുന്നില്ല. ചാനൽ ലീഡേഴ്സിന്റെ ഒക്കെ ആ ഒരു തട്ടിൽ കയറി നിന്നിട്ട് പുള്ളി വിളിച്ചു പോയിക്കൊണ്ട് എന്തൊക്കെയോ പുള്ളി ഇപ്പൊ അങ്ങ് ബ്ലാസ്റ്റേഴ്സിനെ തോടയിലേറ്റി കൊണ്ടുപോകും എന്ന മറ്റ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മഞ്ഞപ്പട എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ചെറിയൊരു പരിപാടി അല്ല. മഞ്ഞപ്പട ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസ്, അത് മഞ്ഞപ്പടയെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വെറുതെ ടിക്കറ്റ് എടുത്ത് ഈസ്റ്റ് ഗാലറിയിൽ വന്നിരുന്ന് ചാൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകുന്ന ഒരു ഫാൻസ് വിങ് അല്ല മഞ്ഞപ്പട എന്ന് പറയുന്നത്. മഞ്ഞപ്പടയ്ക്ക് വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ടീമിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വെറുതെ ടിക്കറ്റ് എടുത്ത് അവിടെ വന്നിരുന്ന് കളി കണ്ടിട്ട് പോകുന്ന ടീമുകളല്ല അവര്. അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ടിഫോ തന്നെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ടിഫോ ഇറക്കുന്നത് തന്നെ അതിന്റെ പിന്നിലുള്ള എഫേർട്ടിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോ ഈ മാച്ച് ഡേയിൽ മാച്ച് ബസ്സുകളൊക്കെ വരാറുണ്ട്. ഇതൊക്കെ എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു, ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓരോ കാര്യങ്ങളും ഇനിയിപ്പോ ഫാൻസ് വിങ്ങുകൾ എന്തൊക്കെ ഓർഗനൈസ് ചെയ്താലും അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മഞ്ഞപ്പടയാണ്. അപ്പോൾ മഞ്ഞപ്പട ചെറിയൊരു പരിപാടി അല്ല. പിന്നെ 2014 കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം രൂപീകരിക്കുമ്പോൾ അന്ന് ഇതേപോലെ ടിക്കറ്റ് എടുത്ത് വെറുതെ വന്ന് കളി കണ്ടിട്ട് പോകുന്ന ഒരു പ്രവണതയായിരുന്നു ഫാൻസിനുണ്ടായിരുന്നത്. ഒരു ഫുട്ബോൾ ഫാൻസ് കൾച്ചറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരു മലയാളി പ്ലെയർ കളിക്കാൻ ഓപ്പോസിറ്റ് ടീമിലാണെങ്കിലും കളിക്കാൻ ഇറങ്ങി വന്നാൽ അവനെ എൻകറേജ് ചെയ്യും, ക്ലാപ്പ് ചെയ്യും. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ഫാനിസം എന്ന് പറയുന്നത് അങ്ങനെയാണോ? ഒരിക്കലല്ല. നമ്മൾ യൂറോപ്യൻ ഫുട്ബോളൊക്കെ കണ്ടു വളർന്നവരാണ്. സോ ലിവർപൂൾ FC-യുടെ മാനേജർമാർ, ഇനി ഏത് മാനേജർ ആയാലും എവിടെയെങ്കിലും എവേ പോയി തോറ്റു കഴിഞ്ഞാൽ പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് അവർ പറയും വെൽക്കം ടു ആൻഫീൽഡ് എന്ന്, അങ്ങോട്ട് പോരാൻ അഹങ്കാരത്തോടു കൂടി പറയും. കാരണം അവിടുത്തെ അവർ കൊല്ലും. ആൻഫീൽഡിൽ പോയി കളിക്കുക, അവിടെ പോയി ജയിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ പരിപാടി അല്ല. നമ്മൾ ഇവാനാശാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊച്ചിയിൽ തോൽപ്പിക്കാൻ കഴിയാത്ത ടീമായി മാറണം. സോ ഫാൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് അത് പറയുന്നത്. ഫാൻസിനെ അഗ്രസീവ് മെന്റാലിറ്റിയിലേക്ക് കൊണ്ടുവരിക, അതായത് ഓപ്പോസിറ്റ് വരുന്ന കളിക്കുന്ന പ്ലേയേഴ്സിന്റെ ശവപ്പറമ്പാക്കി മാറ്റുക എന്നുള്ള ഒരു പദ്ധതിയാണത്. സോ അങ്ങനെ അതിനെയാണ് ചാൻഡിങ് അല്ലെങ്കിൽ ഫാനിസം എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കൾച്ചറും ഫാൻസ് കൾച്ചറും പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്തത് മഞ്ഞപ്പടയാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാക്കിയെടുത്തതുമല്ല. നമ്മളെ പോലെയുള്ള ആദ്യമായിട്ട് കളി കാണാൻ വരുന്ന, അല്ലെ ഫാമിലീസ് ആയിട്ട് വരുന്ന, ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം വരുന്ന ആളുകളെയൊക്കെ പിടിച്ചിരുത്തി അവരെ ഒരു കുടക്കീഴിലാക്കി ആ ഒരു ഈസ്റ്റ് ഗാലറിയിൽ നിർത്തി ഒരു ചാനൽ ലീഡർ മൈക്കിലൂടെ വിളിച്ച് പറഞ്ഞ് അവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് അവരെ ചാൻഡിങ് പഠിപ്പിച്ച് അവരെ കൊണ്ട് പാടിച്ച് അങ്ങനെ ബിൽഡ് ചെയ്ത് വർഷങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത ഒരു കൾച്ചറാണ് ഇന്ന് നമ്മുടെ ആ ഗാലറിക്കുള്ളത്. സോ അതിന് മഞ്ഞപ്പട എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് ചെറുതൊന്നും ആയിരുന്നില്ല. ഇന്നലെ തന്നെ ഒരു പുള്ളിക്കാരൻ ആ സ്റ്റാൻഡിൽ കയറി ചാൻഡി എത്ര പേര് ചെയ്തു ചാൻഡിങ്. അപ്പൊ പുള്ളിയുടെ മനസ്സിലുണ്ടായ ഒരു സാധനം ഒന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ വർഷങ്ങൾ മഞ്ഞപ്പട ട്രൈ ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു ചാൻഡിങ്ങും അറ്റ്മോസ്ഫിയറും ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായത്. അപ്പൊ മഞ്ഞപ്പടയെ സംബന്ധിച്ചിട്ട് ഇന്നലെ തന്നെ നമ്മൾ കളി ജയിച്ചു, അല്ലെ? കഴിഞ്ഞ 2-3 കളികൾ നമ്മൾ നന്നായി പെർഫോം ചെയ്തു, നമ്മൾ 2 കളിയിൽ ജയിച്ചു. ഇതിന്റെയൊക്കെ കാരണം എന്താ? നമുക്ക് പുതിയതായിട്ട് നല്ലൊരു മാനേജർ വന്നിരിക്കുന്നു, നമുക്ക് നല്ല 2 ക്വാളിറ്റി പ്ലേയേഴ്സ് വന്നിരിക്കുന്നു. സോ അവരുടെ കളി നമ്മൾ കണ്ടു. അവർ വന്നപ്പോൾ ടീമിലുണ്ടായ മാറ്റം നമ്മൾ കണ്ടു. നമ്മൾ പോയിന്റ്സ് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു, ജയിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പെർഫോം ചെയ്യാൻ തുടങ്ങിയിരുന്നു. സോ ഇവരെങ്ങനെ വന്നു? ബിക്കോസ് ഓഫ് പ്രൊട്ടസ്റ്റ്. മഞ്ഞപ്പടയുടെയും അതേപോലെ മറ്റ് ഫാൻസ് വിങ്ങുകളുടെയും പ്രൊട്ടസ്റ്റിന്റെ ഫലമായിട്ടാണ് പുതിയൊരു മാനേജർ ഇവിടെ വന്നത്, പുതിയ പ്ലേയേഴ്സ് വന്നത്. അല്ലാതെ ആ സ്റ്റേഡിയത്തിൽ കയറി ഇരുന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്ന് ചാൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ചാൻഡിങ്ങും സ്റ്റോപ്പ് ചെയ്ത് ബോയ്ക്കോട്ട് അനൗൺസ് ചെയ്തിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് മാനേജ്മെന്റിനെ ഇളക്കം തട്ടി തുടങ്ങി. നമ്മുടെ പ്രതിഷേധം മാനേജ്മെന്റിനെതിരെയാണ്. അതായത് മാനേജ്മെന്റിനെ ഇളക്കം തട്ടി സ്പോൺസേഴ്സ് വിട്ടുപോയി, കാരണം ഫാൻസ് വിങ്ങുകളൊക്കെ പിന്മാറിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ബ്രാൻഡിനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് പല സ്പോൺസേഴ്സും മാനേജ്മെന്റിനെ വിട്ടിട്ട് പോയി. അതൊരു പ്രശ്നമല്ലേ? പിന്നെ മീഡിയ ഒക്കെ മൊത്തത്തിൽ മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് മാനേജ്മെന്റിന് മനസ്സിലായി ഇനി പണിയെടുത്തില്ലെങ്കിൽ കാര്യമില്ല, പണി കിട്ടും എന്നുള്ളത് അറിയാവുന്നതിന്റെ പേരിലാണ് നല്ലൊരു മാനേജറെ കൊണ്ടുവന്നത്. ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏറ്റവും ബെസ്റ്റ് മാനേജറാണ് കൊണ്ടുവന്നത്. നേരത്തെ ആവാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. അപ്പോ പല പ്ലെയേഴ്സും വന്നിട്ട് ഇപ്പോ മാനേജ്മെന്റിനെതിരെ സംസാരിച്ചു തുടങ്ങി. ജസൽ നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു, ജസൽ സംസാരിച്ചത് നമ്മൾ കേട്ടതാണ്.
ഡയസ് സംസാരിക്കാൻ ഇരിക്കുകയാണ്. ഡയസ് ഒരു ദിവസം സംസാരിക്കും. അപ്പോ ഇങ്ങനെ ഈ മഞ്ഞപ്പടയുടെ പ്രൊട്ടസ്റ്റിന്റെ ഫലമായിട്ടാണ് ഇന്നലെ നമ്മളൊരു വിജയം പോലും ആഘോഷിച്ചത്. സോ മഞ്ഞപ്പട ഇവിടെ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ മഞ്ഞപ്പട ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ടീമിന് വേണ്ടി തന്നെയാണ്. നമ്മുടെ ടീം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, ടീമിന്റെ പെർഫോമൻസ് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഇങ്ങനെ ആർക്കും വന്ന് കയറി അടിച്ചിട്ട് പോകുന്ന ഒരു ടീമിനെ അല്ല നമുക്ക് വേണ്ടത്. കൊച്ചിയിൽ വന്നാൽ ഭയക്കുന്ന ഒരു ടീമിനെ നമുക്ക് വേണം, അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ഭയക്കുന്ന ഒരു ടീമിനെ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ്. മഞ്ഞപ്പട എങ്ങും പോയിട്ടൊന്നുമില്ല. മഞ്ഞപ്പട കുറച്ച് ഡിമാൻഡ്സ് മാനേജ്മെന്റിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡ്സ് എപ്പോ ഇവർ അംഗീകരിക്കുന്നുവോ, അതായത് അല്ലെങ്കിൽ അതൊക്കെ ഇവർ ചെയ്തു തുടങ്ങുന്നുവോ, ചെയ്തു എന്ന് മഞ്ഞപ്പടയ്ക്ക് ബോധ്യപ്പെടുന്നുവോ, അപ്പൊ മഞ്ഞപ്പട തിരിച്ചു വരും. സ്റ്റേഡിയം അടക്കും, സ്റ്റേഡിയം കുലുക്കും. അതിന് മഞ്ഞപ്പടയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് കയറി വന്ന് അവിടെ കയറി എന്നിട്ട് ചാൻഡി എന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കത്തില്ല. മഞ്ഞപ്പട വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഫാൻസ് കൾച്ചർ ഒരാൾ ഇങ്ങോട്ട് വന്ന് കയറി എന്നിട്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നടക്കും. നിങ്ങൾ കുറച്ചുകൂടി ആ വീഡിയോ കടിയിൽ വന്ന കമന്റ്സ് ഒക്കെ കേൾക്കാം. കമന്റ്സ് ഒക്കെ ഭയങ്കര ഭയങ്കര ബാലിശമായ കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അവരോട് നമുക്ക് പറയാനൊന്നുമില്ല. അവര് ഇത്രയും ചെയ്താൽ മതി. ഞാൻ മാത്രമല്ല, ഒരുപാട് ഫുട്ബോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മഞ്ഞപ്പടയുടെ പ്രൊട്ടസ്റ്റിനെ പറ്റിയിട്ടും ടീമിനെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ പ്രൊട്ടസ്റ്റ് എന്നും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഒക്കെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് എന്താണ് നമ്മളിപ്പോ ചെയ്യേണ്ടത്, എന്താണ് ആ ഗാലറിയിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ ഒന്ന് കണ്ടാൽ മതി. വീഡിയോസ് ഒക്കെ കണ്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ മഞ്ഞപ്പട ചാൻ ചെയ്യാതിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. സോ അപ്പോ നമ്മൾ അവിടെ വന്നിട്ട് മഞ്ഞപ്പടയില്ല നമുക്ക് ചാൻ ചെയ്യാം എന്ന് പറയുന്നത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. സോ താങ്ക് യു.